ഫാത്തിമ എന്ന പേരും അവളുടെ പണ്ടത്തെ കോലവും ജോലിക്കാരികൾ വർണ്ണിക്കുന്നത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു സൈനു. റബ്ബേ, ഞാൻ ഊഹിക്കുന്ന ആ ഫാത്തിമ തന്നെയാണോ അത്? സൈനു കണ്ണു തുറന്ന് അവളെ മൊത്തം നോക്കി. അതെ, അതവൾ തന്നെ. സൈനു തൻ്റെ ആ പഴയ സഹപാഠിയെ തിരിച്ചറിഞ്ഞതും പിടഞ്ഞുപോയി. 10ാം ക്ലാസ്സിൽ താൻ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ ഒരരികിൽ പാവത്താനെപ്പോലെ ഇരുന്നിരുന്ന കറുത്ത സൗന്ദര്യമില്ലാത്ത ഫാത്തിമ. ആ കട്ടക്കറുമ്പിയായ ഫാത്തിമ തന്നെയാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത്? സൈനു വിശ്വസിക്കാനാവാതെ അത്ഭുതക്കണ്ണോടെ അവളെ നോക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ. ഗോതമ്പിൻ്റെ നിറമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ നേരിൽ കണ്ടു. സൗന്ദര്യം കടഞ്ഞെടുത്തതുപോലുള്ള സുന്ദരിയായി കഴിഞ്ഞിരിക്കുന്നു ഫാത്തിമ. അപ്പോൾ സൈനു വേദനയോടെ ചിന്തിക്കുകയായിരുന്നു, അവളെ താൻ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. കറുത്ത സൗന്ദര്യമില്ലാത്തത് കൊണ്ട് അവളെ ആരും കെട്ടില്ലെന്ന് വരെ പറഞ്ഞ് അവളെ കരയിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെയൊക്കെ മക്കളുടെ കല്യാണം കഴിഞ്ഞാലും അവളുടെ കല്യാണം ഉണ്ടാവില്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സംഭവിച്ചതോ? സൈനു ഏങ്ങലോടെ ഓർത്തു. അവളുടെ മകളുടെ കല്യാണമായിട്ടും തൻ്റെ കല്യാണം നടന്നില്ല. താൻ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചതുപോലുള്ള ചെക്കനെ ഫാത്തിമയ്ക്ക് തന്നെ കിട്ടി. അന്ന് അവളെ കരയിപ്പിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു ഹരം പിടിച്ച ചിരിയായിരുന്നു തനിക്ക് വന്നിരുന്നത്. എന്നാൽ ഇന്ന് അതോർക്കുമ്പോൾ സൈനു നെഞ്ചുപൊട്ടലോടെ ഓർത്ത് കരഞ്ഞുപോയി. യാ അല്ലാ, നീ എത്ര വലിയവനാണ്! ഒരാളെ പരിഹസിച്ചാലും വേദനിപ്പിച്ചാലും ആ പരിഹസിക്കുന്ന ആൾ തന്നെ അതേ നാണയത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കുമെന്ന് പറഞ്ഞത് എത്ര ശരിയാണ്! അത് തനിക്ക് മനസ്സിലാക്കി തരാനാണ് റബ്ബ് തന്നെ ഇവിടെ തന്നെ എത്തിച്ചത്, ഫാത്തിമയുടെ മുന്നിൽ തന്നെ. സൈനു നിറഞ്ഞൊഴുകിയ കണ്ണുനീർ ആരും കാണാതെ തട്ടത്തിൻ്റെ അറ്റം കൊണ്ട് തുടച്ചു. ഫാത്തിമയുടെ മുന്നിൽ പെടാതെ ഒന്ന് ഓടിപ്പോവാൻ സൈനുവിന് തോന്നിപ്പോയി. അവളുടെ മുന്നിൽ നിൽക്കാനുള്ള ത്രാണി തനിക്കില്ല. സൈനു അവിടുന്ന് ഓടി മറയാൻ നോക്കിയിട്ടും അവൾക്ക് നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലുമായില്ല. അപ്പോൾ ഫാത്തിമ പുഞ്ചിരിയോടെ കൂടി നിൽക്കുന്നവരുടെ അരികിലേക്ക് വരികയായിരുന്നു. പെട്ടെന്നാണ് ഫാത്തിമയുടെ കണ്ണുകൾ ജോലിക്കാരികളുടെ അരികിൽ നിൽക്കുന്ന സൈനുവിൻ്റെ മുഖത്ത് തറഞ്ഞത്.